ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്തില്ല. ഒരുപാട് വൈകിയ ദൈവം എനിക്ക് അവസരം തന്നത്. എന്താ മാഡം പറഞ്ഞ? എന്തായാലും ഒരു കാര്യം സത്യമാണ്, ആ കൊലയാളി ആരായാലും അയാൾ നമുക്ക് അടുത്താണ്. പിടികൂടാൻ അധികം താമസം വരില്ല. മാഡത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നാ മതി. കുട്ടി, മൊഴിയെടുപ്പ് കഴിയുന്നവരെ ഒന്ന് പുറത്തു നിൽക്കും. താങ്ക്സ് ഡോക്ടർ. ഒരാൾമാറാട്ടത്തിന് നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് വിചിത്രമാണ്. സ്വന്തം മോളെ മനസ്സറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ എനിക്കിതല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ ഒരു ഗതികെട്ട അമ്മയായി പോയി ഞാൻ. എക്സ്ക്യൂസ് മീ. എന്താ സാർ? ഇവിടെ അഡ്മിറ്റ് ചെയ്ത ശ്യാമ മാഡം അല്ലേ? ഒ പിയിൽ തന്ന ഫോൺ നമ്പർ തെറ്റായിരുന്നു എന്നൊരു ഡൗട്ട്. നല്ല തിരക്കായിരുന്നല്ലോ. ഞാൻ നോക്കാം സാർ. സർ, പേര് ശ്യാമ, വയസ്സ് 46. ഇത് തന്നെയല്ലേ സാർ? ആ, അല്ല, ഈ ഫോൺ നമ്പറിന്റെ കാര്യം മാത്രമായിരുന്നു ഡൗട്ട്. നോക്കട്ടെ സാർ. 98 46. സർ, ഇതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഏയ് ഇല്ല, അത് ഓക്കെയാണ്. ഓക്കെ സർ. അമൃത മാഡം നല്ല ടെൻഷനിലായിരുന്നോണ്ടാ ഓക്കെ. ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ ശരി, സർ, വെൽക്കം. കൃഷ്ണ, മാഡം, മോളെ, മാഡം, എന്തിനാ കരയുന്നേ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഒരു ചെറിയ മുറിവേ ഉള്ളൂ.
ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ഒരു വിലയും കൽപ്പിക്കാതെ. എന്റെ ജീവൻ എന്താ വില? നിനക്കെന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ ജീവനോട്ടുണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? എന്റെ ഭാഗ്യം ദൈവത്തെ പോലൊരാള് ഇങ്ങനെ കൂടെ ഉണ്ടാവുന്ന. മോളിവിടെ ഇരിക്കുക. ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്തില്ല. ഒരുപാട് വൈകിയ ദൈവം എനിക്ക് അവസരം തന്നത്. എന്താ മാഡം പറഞ്ഞേ? ഒന്നുമില്ല മോളെ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഞാൻ കൂടെ വന്ന് നിന്നോളാം. ഞാൻ നോക്കിക്കോളാം. എനിക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ച പോലെയാണല്ലോ പറയുന്നേ. ഈ നിലയ്ക്ക് ആ വെടിയുണ്ട എന്റെ നെഞ്ചിലാണ് കൊണ്ടതെങ്കിലോ? മോളെ കരയാതിരിക്കും. കരയല്ലേ? എന്തിനാ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നത്? അങ്ങനെയൊന്നും പറ്റില്ല. എന്റെ കണ്ണനോട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നല്ലേ. ഇത് കണ്ണന്റെ ഒരു നോട്ടക്കുറവ്, അത്രേ ഉള്ളൂ. ഒരമ്മയുടെ സൗഭാഗ്യം എന്താണെന്നറിയോ? ഒന്നാമത് മക്കള് സന്തോഷത്തോടെ ജീവിക്കുന്നത്, അവരുടെ മുഖത്തൊന്നും ഒരിക്കലും ചിരി മാറാതെ നിൽക്കുന്നത്. പിന്നെ ദേ ഇതുപോലെ ഒന്ന് കാലിടറിയെന്ന് കേൾക്കുമ്പോ വന്ന് കാവലിരിക്കുന്നത്. ഒരു ബോധക്കേട് വന്ന് വീണുപോയാ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു തോന്നലുണ്ടാവും, കണ്ണു തുറന്ന് നോക്കുന്നത് മക്കളുടെ മുഖത്ത് തന്നെ ആയിരിക്കുമെന്ന്. അല്ല, വരുൺ എവിടെ? പുറത്തുണ്ട്. ഇനി ഒരുപാട് ശ്രദ്ധിക്കണം. ACPയുടെ അന്വേഷണമൊക്കെ മുറക്കി നടക്കുന്നുണ്ട്. പക്ഷേ കുറ്റവാളി ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. തൊട്ടടുത്തുള്ളവരെ പോലും വിശ്വസിക്കാൻ പാടില്ല. എന്റെ അനുഭവം അങ്ങനെയൊക്കെ തന്നെയാ മോളെ. പേടിക്കണ്ട, അമ്മ വിട്ടുകൊടുക്കില്ല നിന്നെ. ഒരിക്കലും വിട്ടുകൊടുക്കില്ല.